ഹലോ ഫ്രണ്ട്സ്, NR നോളജിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ SSC പുറത്ത് വിട്ടിട്ടുള്ള നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. SSCയുടെ MTS ആൻഡ് അവിൽദാർ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റിലേക്ക് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. സൈറ്റിൽ ഇപ്പോൾ കയറി കഴിഞ്ഞാൽ നമുക്ക് ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കാണാൻ സാധിക്കും. ഇതിപ്പോൾ എൻഡ് ആവണ ഡേറ്റ് എന്ന് പറയുമ്പോൾ 24-ാം തീയതിയാണ് നമ്മുടെ ഈ ആപ്ലിക്കേഷൻ എൻഡ് ആവുക. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് 25-ാം തീയതി വരെയാണ് ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ഡേറ്റ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിലെന്തെങ്കിലും കറപ്ഷൻ, നമ്മളിപ്പോൾ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും കറപ്ഷനോ മറ്റോ വരുന്നുണ്ടെങ്കിൽ നമുക്ക് 29/7/2025 തൊട്ട് 31/7/2025 വരെ കറപ്ഷൻ ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ വരുന്നത് 20 സെപ്റ്റംബർ തൊട്ടിട്ട് 24 ഒക്ടോബർ 2025 വരെയാണ്. അതിൻ്റെ ഉള്ളിലാവും നമ്മുടെ എക്സാമും കാര്യങ്ങളും നടക്കുക. ഈ ഒരു ഡേറ്റിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും എക്സാമും കാര്യങ്ങളും നടക്കും. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ SSC കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ നമ്പറും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ കാര്യങ്ങൾ അറിയാൻ പറ്റും. പിന്നെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ വാക്കൻസിയും കാര്യങ്ങളും കാണാൻ പറ്റും. MTSൻ്റെ വാക്കൻസി ഇപ്പോൾ നിലവിൽ അറിയിച്ചിട്ടില്ല, അത് അവർ കളക്ട് ചെയ്തിട്ട് അറിയിക്കും എന്നാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഹവിൽദാറിന് 1075 എന്നാണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ അത് കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ രണ്ടിലും അത്യാവശ്യം വാക്കൻസിയും കാര്യങ്ങളും കൂടിയിട്ട് തന്നെ ആവും ഇത് വരിക. പിന്നെ ഈ പോസ്റ്റിൻ്റെ ഏജിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 18 to 27 വയസ്സ് വരെയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും. പിന്നെ SC/ST കാൻഡിഡേറ്റിനും പിന്നെ OBC കാൻഡിഡേറ്റിനൊക്കെ റിസർവേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് എത്ര എന്നുള്ളത്, അപ്പോൾ നിങ്ങളത് നോക്കുക. പിന്നെ ഇതിൻ്റെ എക്സാം സെൻറ്ററും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ നമുക്ക് കേരളത്തിലും അവൈലബിൾ ആണ് എക്സാം സെൻറ്ററും കാര്യങ്ങളും. SSCയുടെ ഒട്ടുമിക്ക എക്സാം സെൻറ്ററുകളും കേരളത്തിൽ അവൈലബിൾ തന്നെയാണ്. പിന്നെ ചില ആൾക്കാരുടെ തെറ്റിദ്ധാരണയാണ് കേരളത്തിലെ എക്സാം സെൻറ്ററും കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിനാരും കൂടുതലായിട്ട് ശ്രമിക്കുന്നുമില്ല. അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ കേരളത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അത്യാവശ്യം എക്സാം സെൻറ്ററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിലിപ്പോൾ എക്സാം സെൻറ്റർ നോക്കുകയാണെങ്കിൽ കേരളത്തിലും കർണാടകയിലും ലക്ഷദ്വീപിലും ഉണ്ട്. ഇതിൽ ലക്ഷദ്വീപിലത്തെ എക്സാം സെൻറ്ററാണ് ഈ കവരട്ടി എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കേരളത്തിൽ അത്യാവശ്യം ഉണ്ട്, തിരുവനന്തപുരം, കോഴിക്കോട്, തൃശ്ശൂർ, കോട്ടയം, എറണാകുളം അങ്ങനെ അത്യാവശ്യം ഉണ്ട്. അപ്പോൾ എവിടെയാണ് നോക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ സിലബസും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്കൽ എബിലിറ്റിയും റീസണിങ്ങും ജനറൽ അവയർനെസ്സും ഇംഗ്ലീഷുമാണ് വരുന്നത്. നിങ്ങൾക്ക് ഇവിടെ വായിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും. പിന്നെ ഇതിൽ ഫിസിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ വാക്കിംഗ് ആണ്. മെയിൽസിലാണെന്നുണ്ടെങ്കിൽ 1600 മീറ്റർ ഇൻ 15 മിനിറ്റ്, അതായത് 15 മിനിറ്റ് കൊണ്ട് 1600 മീറ്റർ നടക്കലാണ്. ഫീമെയിൽസിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 1 കിലോമീറ്റർ 20 മിനിറ്റ് കൊണ്ടാണ്. വളരെയധികം സിമ്പിളായിട്ടുള്ളൊരു ഫിസിക്കൽ ടെസ്റ്റാണ്, എല്ലാവരെ കൊണ്ടും പാസ്സാവാൻ പറ്റും. പിന്നെ ഇവിടെ ഹൈറ്റ് നോക്കുകയാണെങ്കിൽ മെയിൽസിന് വരുന്നത് 157.5 സെൻറ്റിമീറ്റർ ആണ്. ചെസ്റ്റ് 81 സെൻറ്റിമീറ്റർ ആണ്. എക്സ്പാൻഷന് വേണ്ടി വരും അതിലൊരു 5 സെൻറ്റിമീറ്റർ. പിന്നെ അതുപോലെ ഫീമെയിൽസിൻ്റെ ഹൈറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 152 സെൻറ്റിമീറ്റർ ആണ് വേണ്ടത്. അതേപോലെ അവരുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ 48 kg ആണ് പറയുന്നത്. ഇത്രയും കണ്ടീഷൻസാണ് നമ്മുടെ ഈ ഒരു ജോലിക്ക് വേണ്ടത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് നോക്കിയിട്ട് ഈ ജോലിക്കൊന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. വെറും 10ാം ക്ലാസ് യോഗ്യതയിലാണ് നമുക്കിത് വരുന്നത്. 10ാം ക്ലാസ് യോഗ്യതയുള്ള എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റും, 27 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക്. പിന്നെ SC/ST ആണെങ്കിൽ അവർക്ക് ഏജ് റിലാക്സേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും നോക്കിയിട്ടൊന്ന് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. അത്യാവശ്യം വാക്കൻസിയും കാര്യങ്ങളും ഇനി കൂടാനും ചാൻസ് ഉണ്ട്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ നമ്മൾ ജോബ് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യാനാണ് ഇനി വിചാരിക്കുന്നത്. നമ്മളിതിന് മുന്നേ GK ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഷോർട്സായിട്ട് അപ്ഡേറ്റ് ചെയ്യാറുണ്ടായിരുന്നു. ഇനി അതിന് പുറമെ നമ്മുടെ ചാനലിൽ ജോബ് അപ്ഡേറ്റ്സും കൂടി വരും. അപ്പോൾ അത് എല്ലാവർക്കും പെട്ടെന്ന് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബും ബെല്ലൈക്കണും കൂടി ഒന്ന് ഓൺ ചെയ്ത് വയ്ക്കുക. താങ്ക് യു.